കുമരകത്ത് ഇന്നലെ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ കാരണം തേടി പോലീസ്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നും കുമരകം കാണാനെത്തിയ സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്നും സനോജ് സുരേന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സനോജ്, വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ രാത്രി സംഭവിച്ചത്. എന്താണ് നിലവിൽ ലഭ്യമാകുന്ന കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, ഇന്നലെ രാത്രിയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടത്തിന്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത്. ഇവർ വഴിതെറ്റി സഞ്ചരിച്ചതുകൊണ്ടാണോ അപകടം സംഭവിച്ചത്, ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റി പോയതാണോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ആ പ്രദേശത്ത് റിസോർട്ടിൽ ബുക്കിംഗ് നടത്തി അവിടേക്ക് പോയതാണോ, അതിന്റെ അടിസ്ഥാനത്തിൽ യു ടേൺ തിരിഞ്ഞു വന്ന റോഡിലൂടെ പോകേണ്ടതിന് പകരം ഇവർ നേരെ പുഴയിൽ പതിച്ചതാണോ എന്നതിനെ സംബന്ധിച്ചുമാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും മഹാരാഷ്ട്ര സ്വദേശികളായിട്ടുള്ള ഒരു യുവതിയും കൊല്ലം സ്വദേശിയായിട്ടുള്ള യുവാവും, അദ്ദേഹം ദീർഘകാലമായി മഹാരാഷ്ട്രയിൽ താമസിച്ചു വരുന്ന ആളാണ്. ഇരുവരും ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷം എറണാകുളത്തെത്തി റെന്റ് കാർ വാടകയ്ക്കെടുത്ത് അവിടെ കാർ മാർഗമാണ് ഇരുവരും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്. ഇവർ സഞ്ചരിച്ച കാർ പുഴയിൽ പതിക്കും. ഗ്ലാസുകൾ 3 ഉയർത്തി അടച്ച നിലയിലായിരുന്നു. 4 വശങ്ങളിലും ഗ്ലാസുകൾ പൂർണ്ണമായും അടച്ച അവസ്ഥയിലായിരുന്നു. പിന്നീട് രക്ഷാപ്രവർത്തകരായിട്ടുള്ള നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഏകദേശം 1 മണിക്കൂർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കാറ് കരക്കെത്തിച്ചത്. പിന്നീട് കരക്കെത്തിച്ചതിന് ശേഷം കാറിന്റെ ഗ്ലാസുകൾ തകർത്താണ് കാറിനുള്ളിൽ അകപ്പെട്ട ഇരുവരെയും പുറത്തെടുത്തത്. പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും പോലീസ് ഇതിന്റെ കാരണമാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. എങ്ങനെയാണ് ഇത് അപകടത്തിൽപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധനയാണ് നടക്കുന്നത്. സിന്ധൂരി, സനോജ്, നിലവിൽ ഈ ഒരു അപകടം നടന്ന സ്ഥലം ഇതിനു മുമ്പും അപകട സാധ്യതയുള്ള മേഖലയാണോ? മറ്റ് അപകടങ്ങൾ വല്ലതും ഈ ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു അപകടം നടക്കേണ്ട ഒരു സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല ഇവിടം. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടാകുന്നത് എന്നത് ആണ് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ രാവിലെ നമ്മളുമായി പങ്കുവച്ചത്. കാരണം പ്രധാനപ്പെട്ട കൈപ്പുഴമുട്ട് പാലത്തിൽ നിന്നും പ്രധാന റോഡിൽ നിന്നും തിരിഞ്ഞ് ഒരു ബൈ റോഡ് വഴി, അതായത് സർവീസ് റോഡ് വഴി റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഹൗസ് ബോട്ടിലേക്കോ പോകുന്നതിനിടയിലാണ് ഇവർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. കാരണം വളരെ വേഗത കുറച്ച് തന്നെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. പക്ഷേ ഇവരുടെ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് അപകട സാധ്യത ഉള്ള ഒരു സ്ഥലം എന്ന നിലയിൽ ആ പ്രദേശത്തെ വിലയിരുത്താൻ കഴിയുകയില്ല. സിന്ധൂരി, വ്യക്തമാണ്. സനോജാണ് വിവരങ്ങൾ നൽകിയത്. കുമരകത്ത് ഇന്നലെ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിന്റെ കാരണം തേടി നടക്കുകയാണ് പോലീസ്. ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ചോ എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്.